അങ്ങനെ ആ വാർത്ത ഒഫീഷ്യലായിരിക്കുകയാണ്. കുറേ നാളായിട്ടത് ജസ്റ്റ് റൂമർ മാത്രമായിരുന്നു. അല്ലു അർജുനും ആലിയയും കൂടെ ഒരുമിക്കുന്നു. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. സൺ പിക്ചേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കലൈനിധിമാരൻ അറ്റ്ലി ഉഫ് A6. ഈ ഒരു ഫോട്ടോ ആക്ച്വലി ഔട്ടായിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. പഴയ ലുക്കിലേക്ക് അല്ലു അർജുൻ വന്നിരിക്കും. USA ക്രോസിംഗ് ഓർഡേഴ്സ് എന്തോ വലിയ സംഭവമാണല്ലോ. ലോസ് ആഞ്ചലസ് ഇതെന്തോ ഇത് സൂപ്പർ ഹീറോ സെറ്റപ്പ് വല്ലതാണോ? ഓ അങ്ങനെന്തോ ഐറ്റം ആണെന്ന് തോന്നല്ലോ. ഇത് ഹൈപ്പ് കയറ്റുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ മോട്ടോ എന്ന് പറയുന്നത്. ഹൈപ്പ് ബ്ലാക്ക് പാൻ ഇത് ഐറ്റം വേറെ എന്തോ വലിയതായിട്ട് വരാനുണ്ട് കേട്ടോ. ഇത് ഇംഗ്ലീഷ് സിനിമയിലെ എല്ലാ ഇത് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് അത്ര വലിയ എന്തോ പ്രോജക്റ്റാണ്. വെൻ മാസ് മീറ്റ്സ് മാജിക്. ഫേസ് സ്കാനിങ് ഒക്കെ 3Dയിലുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ മോഷൻ ക്യാപ്ചറും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഓ മ്യൂസിക് കൊള്ളാമല്ലോ. ഐക്കൺ സ്റ്റാർ അറ്റ്ലി ഫിലിം AA22 A6 കിയറപ്പ്. ഓ മൈ ഗോഡ്, ഇത് പേരൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പം ഇത് ഓൾറെഡി പറഞ്ഞിരുന്നത് പോലെ തന്നെ AA22 ആൻഡ് A6 ആ ഒരു കോംബോ ആണ്. ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റിലൊക്കെ വന്ന സമയം എന്താണ് ഒരു മാഗ്നം ഓപ്പസ് എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അത്ര വലിയ എന്തോ സംഭവമാണ്. ചിലപ്പോൾ ഒരു സൂപ്പർ ഹീറോ സെറ്റപ്പ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇതിനു മുമ്പ് വരുൺ ധവാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു സ്ക്രിപ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടെന്നത് ഇച്ചിരി ഭയങ്കര വലിയൊരു പ്രോജക്റ്റാണെന്നും പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അല്ലു അർജുൻ്റെ പാട്ടാന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇച്ചിരി വലിയൊരു ബജറ്റ് വരാൻ പോകുന്ന ഡെഫിനറ്റ്ലി അറിയാം. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ യൂഷ്വലി എന്താ പറയുക, അല്ലു അർജുൻ എന്ന് പറയുന്നത് ഗെറ്റപ്പ് ചേഞ്ചുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം അലാവൈകുണ്ഠപുരംലോ എടുത്തു കഴിഞ്ഞാലും അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്ത പടം പുഷ്പയാണ്. ടോട്ടലി വേറെ ലുക്കിലാണ് അദ്ദേഹം വന്നത്. അങ്ങനെ ഒരു മേക്ക് ഓവറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇനി അറ്റ്ലിയുടെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നോർമലുള്ള ആൾക്കാരെ മേക്ക് ഓവർ ചെയ്യിപ്പിച്ച് ഒരു ക്യാരക്ടറിനെ തന്നെ 10 ഗെറ്റപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണ്. സോ ഇവർ രണ്ടുപേരും പെർഫെക്റ്റ് ബാലൻസ് ആണ്. പെട്ടെന്നൊരു അനൗൺസ്മെൻ്റ് ആണ് ഇത്. ആക്ച്വലി അല്ലി ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേരിങ്ങനെ ഇത് റൂമറായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ പടങ്ങളൊക്കെ അറ്റ്ലി അനൗൺസ് ചെയ്തു, സൽമാൻ ഖാനുമായിട്ടൊക്കെ. എനിക്ക് തോന്നുന്നു അതൊക്കെ മാറിയിട്ടായിരിക്കും ഇത് വരുന്നത്. സൺ പിക്ചേഴ്സാണ്. ബാക്കിയുള്ള ക്രൂ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അറ്റ്ലി എന്ന് പറയുന്നൊരു പുള്ളിക്കാരന് പഴയ ഒരു ശങ്കറാണ് ഇപ്പോഴത്തെ അറ്റ്ലി എന്ന് പറയുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ വലിയ സ്കെയിലിൽ ചിലപ്പോൾ ഒരു നോർമൽ ക്ലീഷേ സ്റ്റോറിയൊക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹം ഒരു സ്ക്രീനിൽ കൊണ്ടുവരുന്ന ഒരു വലിയ സെറ്റപ്പിലായിരിക്കും. അതിനെ അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും ഇവനൊരു പാട്ടാണെങ്കിൽ പോലും അതിനൊരു ബ്രഹ്മാണ്ടം എന്ന് പറയുന്നൊരു വാക്ക് ഭയങ്കരമായിട്ട് ആപ്റ്റാണ് അറ്റ്ലിക്ക്. അതിൻ്റെ കൂട്ടത്തിൽ അല്ലു അർജുൻ പുഷ്പ എന്ന് പറയുന്ന വലിയൊരു സിനിമയ്ക്ക് ശേഷം വരുന്നു. ഇത് എനിക്കറിയില്ല ഇതിൻ്റെ ഏത് ഓർഡറിലായിരിക്കും സിനിമ വരുന്നത്. നെക്സ്റ്റ് പടമായിട്ട് തന്നെ ഇതായിരിക്കും. 21 ആയിരുന്നു പുഷ്പ 2 എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് പടമാണ്. സോ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു കിടിലൻ പടം തന്നെ ആവുന്ന ഞാൻ എക്സൈറ്റഡ് ആണ് ഈ ഒരു പടത്തിൽ. അറ്റ്ലി
ട്രിപ്പിൾ എ അല്ലു അർജുൻ അല്ലി കോംബോ. നിങ്ങൾ ഈ ഒരു അനൗൺസ്മെൻറ്റിൽ എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.